അതുകൊണ്ട് നിങ്ങൾ കഴിയുന്ന പരമാവധി എല്ലാം എത്തിയമായ കുട്ടിക്ക് വേണ്ടി വാപ്പാക്കും ദ്വാരക്കണം. എൻ്റെ 8 വയസ്സിൽ ഉമ്മാനോട് പറഞ്ഞ് സൈക്കിൾ വാങ്ങിത്തരാൻ പറ്റില്ല, ഹാഫിളാണ് ഇർഫാനി വിർദ്ദത്താൽ ഞാൻ സൈക്കിൾ വാങ്ങിത്തരും എന്ന് പറഞ്ഞ ഈ സൈക്കിളാണ്. പ്രിയപ്പെട്ട എൻ്റെ ഉമ്മയാണ് എൻ്റെ ജീവിതം. നൂറെ മദീന മജ്ലിസ് എൻ്റെ വാടക വീട്ടിൽ നടത്തുന്നുണ്ട്. എനിക്കിഷ്ടം മുത്ത് നബിനോടാണ്. ഹജ്ജും ഉംറയും മൂന്ന് തവണ ചെയ്തതാണ്. അന്യ സ്ത്രീകളും നമുക്ക് കാണാൻ പറ്റൂല. അപ്പൊ ഹാഫിളാണ്. അപ്പൊ ഇതെല്ലാം ഉദ്ദേശിക്കും നടക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മളെ ഉമ്മച്ചിക്കും എൻ്റെ പെങ്ങൾക്കെല്ലാം എനിക്കും കൊച്ചു വീട് വേണം. കൊച്ചു വീട് പേപ്പർ കീറിയതെന്ന് പറഞ്ഞാൽ ML സിറ്റിക്ക് വീട് തരൂല എന്ന് പറഞ്ഞിട്ട് താല്പര്യമില്ലല്ല. അപ്പൊ അവരങ്ങനെ ഒരു പ്രയാസം ബുദ്ധിമുട്ടിച്ചിട്ടെല്ലാം ഇതാക്കി. ഹലോ ഗൈസ്, ഞങ്ങൾ എന്താ വർത്താനം ഉഷാറല്ലേ? അപ്പൊ നീ ഒരാളെ കണ്ടുപിടിയാണ്. ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യും. അപ്പൊ യാത്ര ചെയ്യുന്ന ആളെ കണ്ടുപിടിയോ. ഞാൻ കുറച്ചും യാത്ര ചെയ്തപ്പോ അവിടെ നിന്ന് കണ്ടു. പക്ഷെ മിന്നി പറഞ്ഞു പോയി. പിന്നെ അത് നമ്മുടെ വീട്ടിലേക്ക് വണ്ടി വെച്ചിട്ട് ഞാൻ റിട്ടേൺ വന്നപ്പോൾ അങ്ങനെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വെച്ചു എന്ത് സംഭവം എന്ന് അറിയണല്ലോ. അപ്പൊ എന്താ സംഭവം കാണിച്ചാൽ ഒരു സൈക്കിൾ കൊണ്ട് ആളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണോ. അപ്പൊ എന്താ സംഭവം ഇപ്പോഴാണ് ചോദിച്ചു നോക്കാം. എന്താ സംഭവം എന്നുള്ളത് കറക്റ്റ് ചെയ്ത് ചോദിച്ചു നോക്കാം. ഇതാണ് ആള്. ആളെ കണ്ടകള്. ഇതാണ് സംഭവം. ഓക്കെ, എന്താ പേരെന്താ, എന്താ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞാൽ? പേര് സയ്യിദ് അബ്ദുറഹൂഫ് തങ്ങൾ അൽ ബുഖാരിയാണ്. എന്റെ പ്രിയപ്പെട്ട എൻ്റെ വാപ്പ ചെറുപ്പത്തെ മരണപ്പെട്ടായതാ. ഓക്കെ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മച്ചിന്റെ അനിയന്മാരെല്ലാം വാങ്ങി തന്ന സൈക്കിളാണ്. ഓ, അങ്ങനെ 8 വയസ്സ് മുതലേ സൈക്കിളില് ഇങ്ങനെ പുതിയുള്ള ഒരാളാണ്. ആണോ? അപ്പൊ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി ശരിക്കും ആ ഒരു ഇത് പറയട്ടോ, എനിക്ക് നല്ല ഇഷ്ടം സൈക്കിൾ കമ്പാടോ. പക്ഷെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 8 വയസ്സിൽ സിയാറത്ത് യാത്ര ഇങ്ങനെ തന്നെ സൈക്കിളില് ചെറുപ്പത്തിലെ സൈക്കിള് ഒന്നാം നമ്പർ സൈക്കിൾ തുടങ്ങിയ. ആണോ? ഇതിപ്പോ 25 സൈക്കിളോ? ഇതിപ്പോ ഗീറുള്ള സൈക്കിൾ. 25ാം സൈക്കിൾ അത്. എന്റെ മോനെ ഭയങ്കര. അപ്പൊ ഇതെല്ലാം ഉദ്ദേശിക്കും നടക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മളെ ഉമ്മച്ചിക്കും എൻ്റെ പെങ്ങൾക്കെല്ലാം എനിക്കും കൊച്ചു വീട് വേണം. കൊച്ചു വീട് വേണം. ഇപ്പൊ വാടക വീട്ടിലാണ് വയനാട്ടിൽ താമസിക്കുന്നത്. വാടക വീട്ടിലാണ്. എത്ര മക്കളാണ്? ഞങ്ങള് കുട്ടികളായിട്ടില്ല. അങ്ങനല്ല, നിങ്ങളെപ്പാക്ക് ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും 3 മക്കളാണ്. എത്ര ദിവസമായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട്? വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇന്നേക്ക് 2 ആഴ്ചയായി. 2 ആഴ്ചയായി. കഴിഞ്ഞതിന്റെ അപ്പുറത്തെ ഞായറാഴ്ച ഇറങ്ങിയതാണ്. അപ്പൊ ഈ യാത്ര ഭക്ഷണം താമസമൊക്കെ അതെല്ലാം ഞങ്ങൾ തട്ടിമുട്ടി അങ്ങനെ പോകും. പള്ളിയിൽ നിസ്കരിക്കും. അവിടുത്തെ ഫ്രിഡ്ജ് വെള്ളം ഉണ്ടാവും, അതെടുത്ത് കുടിക്കും. അപ്പൊ ഭക്ഷണത്തിന് നമ്മൾ തട്ടിമുട്ടി ഇങ്ങനെ പോകും. ഇപ്പൊ ഈ യാത്രയുടെ ഉദ്ദേശം എന്താ? യാത്രയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ഒരു ചെറിയൊരു കൊച്ചു വീട് ഉണ്ടാക്കണം. ഇപ്പൊ വാടക വീട്ടിലാണ്. വാടക വീട്ടിലെ മുതലാളിമാര് നമുക്ക് വെള്ളത്തിന് പ്രയാസങ്ങൾ തരുന്നില്ല, വെള്ളം തരുന്നില്ല. അതുകൊണ്ട് എവിടെ വീട്? മാനന്തവാടി പടിഞ്ഞാത്തറ പഞ്ചായത്ത് പുതുശ്ശേരിക്കട. പിന്നെ വെള്ളത്തിന് ഇങ്ങനെ വിളിച്ച് ഇതാക്കണം. പിന്നെ ഒരു സഹീദല്ല, തങ്ങന്മാരല്ല. ഇപ്പൊ അന്യ സ്ത്രീകളും നമുക്ക് കാണാൻ പറ്റൂല. അപ്പൊ ഹാഫിളാണ്. വിർദ്ദത്ത ആളാണ്. കല്യാണ മൗലാനുപ്പാപ്പാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ 198 മക്ബറ സിയാറത്ത് ചെയ്ത് മൊത്തത്തില് 298 മക്ബറ സിയാറത്ത് ചെയ്തു. അപ്പൊ എനിക്കൊരു കൊച്ചു വീട് വേണം. അതിനു വേണ്ടിയിട്ടാണ് ML സിറ്റിക്കിന്റെ കയ്യിലും അതുപോലെ തന്നെ എല്ലാവരും പേപ്പർ കീറിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ സിയാറത്തിന് വരുന്നത്. പേപ്പർ കീറിയതെന്ന് പറഞ്ഞാൽ ML സിറ്റിക്ക് വീട് തരൂല എന്ന് പറഞ്ഞിട്ട് താല്പര്യമില്ലല്ല. അപ്പൊ അവരങ്ങനെ ഒരു പ്രയാസം ബുദ്ധിമുട്ടിച്ചിട്ടെല്ലാം ഇതാക്കി. കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിച്ചിട്ടില്ല. എത്ര വയസ്സായി? ഇപ്പൊ 33 വയസ്സായി. 8 വയസ്സിൽ ഉമ്മാനോട് പറഞ്ഞ് സൈക്കിൾ വാങ്ങിത്തരാൻ പറ്റൂല, ഹാഫിളാണ് ഇർഫാനി വിർദ്ദത്താൽ ഞാൻ സൈക്കിൾ വാങ്ങിത്തരും എന്ന് പറഞ്ഞ ഈ സൈക്കിളാണ്. പ്രിയപ്പെട്ട എൻ്റെ ഉമ്മയാണ് എൻ്റെ ജീവിതം. നൂറെ മദീന മജ്ലിസ് എൻ്റെ വാടക വീട്ടിൽ നടത്തുന്നുണ്ട്. എനിക്കിഷ്ടം മുത്ത് നബിനോടാണ്. ഹജ്ജും ഉംറയും മൂന്ന് തവണ ചെയ്തതാണ്. 3 ഹജ്ജ് ചെയ്ത് 3 ഉംറ ചെയ്ത ആളാണ്. അതുകൊണ്ട് ഇപ്പൊ ബാധ്യത ആയതുകൊണ്ട് പോവാത്തതാണ്. ഇപ്പൊ 298 മക്ബറ സിയാറത്ത് എന്ന് പറയുമ്പോൾ 52 വയനാട് ജില്ലയില്, പിന്നെ കോഴിക്കോട് ജില്ലയില് 72, പിന്നെ മലപ്പുറം ജില്ലയില് 72. ഇപ്പൊ നേരെ കന്യാൾ മൗലാന, പൊന്നാനി, വലിയങ്കോട്, പിന്നെ അതുപോലെ തന്നെ പുത്തമ്പള്ളി തിരിച്ച് വയനാട്ടിലേക്ക് വരും. ഏർവാടി, നാഗൂർ, മുത്തുപേട്ട 1 മാസത്തേക്ക് സിയാറത്ത് യാത്രയാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്ന പരമാവധി എല്ലാം കൂടി യത്തീമായ കുട്ടിക്ക് വേണ്ടി ഉമ്മാക്കും മരിച്ച വാപ്പാക്കും ദ്വാരക്കണം. എൻ്റെ പ്രിയപ്പെട്ട മരിച്ച മൂത്ത ഏട്ടത്തിൻ്റെ അവരെ 5 മക്കൾ ഹാഫിളാണ്. 3 പെൺകുട്ടികളെ ഹാഫിളാണ്. ഒരു മോന് ബാക്കവിയാണ്, ഒരു മോന് സഹദിയാണ്. വാങ്കര ഇമാം ഗസാലി അൽ-ഇസയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ റിസീവറാണ്.
റിസീവറാണ്. എത്തിമായ മക്കളെ സഹായിക്കലാണ്. ഇപ്പോൾ ഞങ്ങൾ തിങ്കൾ നാളെ ഇത് കഴിഞ്ഞ് അങ്ങനെ കളക്ഷൻ ചെയ്ത് അങ്ങനെ സിയാർത്ത് ഇങ്ങനെ പോകുകയാണ്. ഒരുപാട് മദ്രസും ദർസൽ പഠിപ്പിച്ച ഒരു മുദരിസാണ് ഞാൻ. അത് വീടാണെങ്കിൽ ഒരു വീടിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞല്ലേ, അപ്പൊ എങ്ങനെ സഹായിക്കാൻ പറ്റുക? ഞങ്ങള് പ്രേക്ഷകർക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റുക? നിങ്ങൾക്ക് പൈസ അയച്ചു ഞങ്ങള് നമ്പർ ചെയ്യാനെന്തോ ഗൂഗിൾ പേ നമ്പർ ഉണ്ടോ? ഗൂഗിൾ പേ നമ്പർ എല്ലാം ഒന്ന് പറഞ്ഞാണി, നമ്പർ പറഞ്ഞാണി. ഗൂഗിൾ പേ നമ്പർ 8075 56 20 16. എന്താ പേരെന്തായാലും? അതില് ആഫിൽ സയ്യിദ് അബ്ദുറഹീം തങ്ങളുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയ ഒന്ന് സഹായിച്ചു കൊടുക്കി. ഇതേപോലെ യാത്രയൊക്കെ ചെയ്ത ആളല്ലേ, ഒരുപാട് മക്കബറും കാര്യങ്ങളൊക്കെ സന്ദർശിച്ച ആളാന്ന് പറഞ്ഞത്. നമുക്ക് എന്താ പറയാ, നമുക്ക് ചെറിയൊരു സഹായം ഒരാൾക്ക് വീട് കാരണം വെക്കാന്നുള്ളൂ. വേറെ എന്താ പറയാ, ഒരു തെറ്റിയാന്നല്ലോ. അപ്പൊ സഹായിക്കാൻ സഹായിക്കുക, അത്രേ ഉള്ളൂ. വേറെ നീ പറയണം പ്രേക്ഷകരോട്. നമ്മളെ 68 വയസ്സായ ഒരു ഉമ്മയാണ്. ആ ഉമ്മക്കും വേണ്ടി ദ്വാർക്കണം, അത്ര പറയാം. വാപ്പാക്ക് വേണ്ടി ദ്വാർക്കണം. ഞങ്ങൾ ഒരു ചെറിയ സംഖ്യ 4 ലക്ഷത്തിന്റെ ആണ്. ചെറിയ വീടുണ്ട് വയനാട്ടിൽ തന്നെ. ഇപ്പൊ പൈസ കൊടുക്കാൻ പറ്റാത്ത ഒരു വീട് സംഘടിപ്പിച്ചു കൊടുക്കി അല്ലേ? വയനാട് മലപ്പുറത്തായാലും ശരി, മേലാറ്റൂരായാലും ശരി, എവിടെ ആയാലും. മാഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും സഹായിച്ചു കൊടുക്കി, അത്രേ ഉള്ളൂ. വലൈക്കും അസ്സലാം.